മെന്റിയാണ് വിഷയമാക്കി. ഇനീഷ്യേറ്റർ സപ്പോർട്ട് ചെയ്യല്ലോ എന്തൊരു പ്രശ്നം ഇൻസ്റ്റാ ലോക്കർ. I am calling myself. I should be ashamed of myself. I am ashamed. Are you Hindi? Appadi pod. Are you Hindi? ഇതാണ് ഞാൻ ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞുള്ള പ്രശ്നം. ഇവൻ എപ്പം മൈക്ക് തുറക്കുന്നോ, മൈക്ക് ഇവൻ എപ്പോൾ ഓപ്പൺ ആക്കിയോ അന്നേരം തൊട്ട് പോയി. ഹിന്ദി കന്നഡ നമ്മന്നക്കയ ബോളി മകനെ. രായന്റെ ഫേസ് ക്യാം. അതാ പറഞ്ഞ രായന്റെ ഫേസ് ക്യാം നോക്കട്ടെ. രായന്റെ ഫേസ് ക്യാം ഇട്ടിച്ചെന്നൊക്കെ പറയണേ. ഇട്ടിച്ചൻ 144 PO. ഷിബിൻ ഷാൻ ഗെയിമിംഗ്. വാച്ച് ലാസ്റ്റ് കോൾ വരുന്നുണ്ട്. ഹലോ രായണ. ഓ സിഐഡി പ്രിൻസസ് പെട്ടെന്ന് വരണം ഗ്യാങ് ഹൗസിലോട്ട്. ഗണ്ണെന്ത് വേണം? എത്ര ഗണ്ണാണ് വേണ്ടത്? ഇനിയൊരു 6 ഉണ്ടെങ്കിലാ. ഓ 6. ഓക്കെ 6 ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. 6 മതി അല്ലേ? ഓക്കെ ഇട്ടിച്ചൻ 4K. എടാ ഞാൻ എൻ്റെ ഒരു ഇത് നോക്കിയടാ. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. 4090 PC മേടിച്ച് വെച്ചിട്ട് 400 രൂപയുടെ വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. അല്ലേ ശരിക്കും? ഇത് ഞാൻ മറന്ന് വിട്ടുപോയ കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ ആക്ടിവേറ്റ് ചെയ്യാം. നാട്ടിലത്തെ PCയിലാണേലും അത് പോയതാണ് കേട്ടോ. കുട്ടികൾ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം. വലുതായാലും അവർക്ക് ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ലതേ. ഫോക്സ് ഈസ് ലൈവ്. കിടിലണ്ട, അടിപൊളി. സത്യം ഒരു സിനിനകത്ത് ഹെലികോപ്റ്റർ എടുത്തിട്ട് ചന്ദ്രന്റെ ഫീസും പെട്ടെന്ന് മറ്റേ ചാർലിന്ന് അടിച്ചിട്ടുള്ള ഫീസും കൂടെ ഒരു ഇതുണ്ട്. എന്റെ ആളിയ എന്ത് സാധനം! എന്റെ അമ്മച്ചി, ഞാൻ ഈ സാധനം തന്നെ ഒരു 50 തൊട്ട് കണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേസ്. ഞാൻ ഒരു കാര്യം പറയാം. അവൻ കുറേ അവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും പറയാം അവർക്ക് നമ്മൾ എന്താ പറയുക, കുറേ പേര് നമുക്കെതിരെ നിന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ നിന്നിട്ടുണ്ട്. പക്ഷെ അവനോടൊക്കെ മാത്രം ഇത്രയും ദേഷ്യമൊക്കെ തോന്നാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് അതുപോലെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ലൈക്ക് ഓഡിയൻസ് ഗെയിൻ ചെയ്യാനും ഓഡിയൻസിന് മുമ്പിൽ ഷോ കാണിക്കാനും കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആ ഗ്യാങ്ങിൽ വേറെ എത്രയോ പേര് നമ്മളെ അടിച്ച് 15 പേരടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആലോചിക്കട്ടെ. അതിലെന്തുകൊണ്ട് ഇവന്മാരുടെ രണ്ടിൻ്റെ പേര് മാത്രം പറയുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവൻ അവർക്ക് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ. ഹെലികോപ്റ്റർ ബുള്ളറ്റ് ചന്ദ്രനെ തരാത്ത സാധനം. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ചന്ദ്രന്റെ ഹെലികോപ്റ്റർ. ബാബു എടാ ചാർലിക്ക് ഹെലികോപ്റ്റർ തരാൻ പറഞ്ഞടാ. എടാ അതെനിക്ക് ടച്ചിങ് ആയിട്ടോ ഭയങ്കര. അതെനിക്ക് ആ ഒരു ഈ മറ്റേ ഡ്രീമറിന്റെ മുഖത്തുന്ന ഒരു ഇത് മനസ്സിലായി. സീൻ എന്തരല്ലേ ഇത്, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കി കളഞ്ഞല്ലേ. ബുള്ളറ്റ് ചന്ദ്രനെ തരാത്ത സാധനം. ഹെലികോപ്റ്റർ ചന്ദ്രന്റെ ഹെലികോപ്റ്റർ. ബാബു എടാ ചാർലിക്ക് ഹെലികോപ്റ്റർ തരാൻ പറഞ്ഞടാ. സ്വന്തം കൂടെ പറമ്പനെ പോലെ കൊണ്ടുവരുന്നിട്ട് അവന്റെ വായിൽ നിന്ന് തന്നെ തെറിയേക്കേണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് അല്ലേ.
ഇമോഷണൽ ആയിക്കളന്നില്ലേ? ഇമോഷണൽ അണ്ടി അവൻ്റെ കയ്യിലിരിപ്പിനാണ്. അവനോടുള്ള വില പോയാൽ അവൻ്റെ അമ്മയെ പിടിച്ച് തത്തിവിട്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വീശി വന്നിട്ട് പറയുക എൻ്റെ അമ്മയാണ് ഞാൻ ചെയ്തിട്ടില്ലെന്ന്. വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ പറയുക നോമ്പിൻ്റെ സമയമാണ് കള്ളം പറഞ്ഞ എൻ്റെ കണ്ണ് താഴുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞവനാ ഇമോഷണൽ അണ്ടി. അവൻ ഇറന്ന് മേടിച്ചാണ് അവൻ. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ നായകളെ. എനിക്ക് ഒന്നുകിൽ അമ്മയെ പിടിച്ച് തത്തിവിടായിരിക്കണം, അല്ലെങ്കിൽ സത്യം ഇങ്ങനത്തെ ഇതിന് പോരല്. ഞാൻ എൻ്റെ ഉമ്മ നോമ്പാണ് കള്ളം പറഞ്ഞ എൻ്റെ കണ്ണ് താഴും, എൻ്റെ ഉമ്മ സത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന് പറയണം. എന്നിട്ട് ഞാൻ POV എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഇപ്പം നിനക്ക് മിണ്ടുണ്ടായെന്ന് പറഞ്ഞപ്പോൾ പറയാമോ ഞാൻ ഓർത്തില്ല പെട്ടത്. അവ ഇറന്ന് മേടിച്ചാണ് ഇമോഷണൽ ആവാനിരിക്കണം. എൻ്റെ അമ്മേ, ഇത് ഞാൻ കണ്ടായിരുന്നു കേട്ടാ. ഇതിൽ ജോക്കിയുടെ ഭംഗിയുണ്ടോ? ഇതിൽ ജോക്കിയുടെ ഭംഗിയുണ്ടോ? ജോക്കി ഒരു മെന്നി അടാറൊരു ലൈവ് നല്ലൊരു പെൺകുട്ടി, നല്ലൊരു പെൺകുട്ടി. എന്ത് രസമാണ് മെന്നിയെ കാണാല്ലേ. മെന്നിയും ജോക്കിയും അൾട്രാ ചിക്സ്. ഒരു മുതുക്ക് ഡാൻസ് ബിഹൈൻഡ് സീൻ. തേങ്ങ എടുത്ത് വെച്ചിരിക്കണ എന്തിനത്? ഇത് ബോബിനെ പോലെ വേറെ റൈറ്റാണ് കേട്ടോ. പകല് ലൈവ് കാണുന്നവർക്കറിയാം, പകല് ടിവിയുടെ ലൈവ് ഇരുന്ന് കാണുന്നവർക്കറിയാം. ഇത് വേറൊരു ഐറ്റമാണ്. ഇത് ഒരു നാണം മാനരാത്ത വേറൊരു ഐറ്റമാണ് ഈ മാമൻ. മനസ്സിലായ? എന്നിട്ട് റെഡി 1 2 3 പറ. റെഡി 1 2 3. അല്ല, സ്നേഹത്തോട് പറ. റെഡി 1 2 3. ഇങ്ങനെയല്ലേ സ്നേഹം? ഇങ്ങനെയല്ല സ്നേഹത്തോട്. റെഡി 1 2 3 സ്റ്റാർട്ട്. സ്നേഹത്തോടെ പറ. അതെ, എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം എന്റെ കൈയൊക്കെ വിറക്കുന്നു. ട്രൈ ചെയ്യൂടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. സ്നേഹത്തോടെ പറയണോ? സ്നേഹത്തോടെ. റോക്സി ഞാൻ പറയട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. സ്നേഹത്തോടെ പറയാൻ വരുമ്പോ നീ വേറെ രീതിയിലാ പറയുന്നത്. മറ്റേക്ക് പറ. റോക്സി ഞാൻ പറഞ്ഞ റോക്സി ഞാൻ ഫസ്റ്റ് ടൈം ആണ്. എനിക്ക് ഇങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞെങ്കിൽ സാധാ പോലെ. ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെതൊക്കെ. ഇവര് ഈ പിള്ളേരൊക്കെ കുറെ പേര് എല്ലാവരും ഇങ്ങനെ RPs ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ എൻ്റെ ലൈവ് കാണുമ്പോൾ ഇതിനകത്ത് കാണുന്ന ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെയൊക്കെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം. അതായത് ഈ പിള്ളേരെല്ലാം സ്ട്രീം ചെയ്യുന്നുണ്ട്. ഞാൻ സ്ട്രീം നിർത്തി കഴിഞ്ഞിട്ടും ഞാൻ സ്ട്രീമിന് മുമ്പും നിങ്ങളുടെ സമയം കളഞ്ഞ് കുത്തിയിരുന്ന് ഇതിനകത്ത് ഇരിക്കണമെന്ന് പറയണില്ല. നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഫ്രീ ഒക്കെ ആണെങ്കിൽ ലോക്കോയിൽ നമ്മളെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സിൽ ആരെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ അതിൽ TVM മെമ്പേഴ്സ്, KVM മെമ്പേഴ്സ്, വോട്ടവർ ആരോ ആയിക്കോട്ടെ എല്ലാവരും ഉണ്ടായിരിക്കും. TVയിലെ സ്ട്രീമേഴ്സ് ഉണ്ടാവും, KVയിലെ സ്ട്രീമേഴ്സ് ഉണ്ടാവും. ലൈക്ക് ഈ സ്ട്രീമേഴ്സിനൊക്കെ എന്താ പറയുക, ഇപ്പം ലോക്കോയിൽ കുറേ സ്ട്രീമേഴ്സിനെ എടുത്ത് കളയുന്നൊക്കെ ഉണ്ട്, കുറേ സ്ട്രീമേഴ്സിനെ എടുത്ത് മാറ്റുന്നൊക്കെ ഉണ്ട്. സോ അപ്പം ഇവരെയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുള്ള സമയത്ത് ജസ്റ്റ് അവരുടെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ തത്സമയങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവരുടെയൊക്കെ ലൈവുകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാണാൻ ടൈമുള്ളപ്പോൾ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈംസ് ഒക്കെ ഉള്ളപ്പം അവരുടെ സ്ട്രീംസും കൂടി ഒന്ന് ഇതാക്കി കൊടുക്കുക. കുറേ പേർക്ക് ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ലൈക്ക് TVയിലുള്ളവർക്ക് മാത്രമൊന്നുമല്ല, ഓൾ ഓവർ ദ ലോക്കോ സ്ട്രീമേഴ്സിൽ കുറേ പേർക്കൊക്കെ കുറേ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അവരെയും കൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട്